Yo, what's up guys, I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മാർവൽ മൂവി മാർച്ച് 8-ന് തിയേറ്ററുകളിൽ എത്തും. സോ ഒരുപാട് മാർവൽ ഫാൻസ് ക്യാപ്റ്റൻ മാർവലിനെ ഇഷ്ടമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ക്യാപ്റ്റൻ മാർവൽ മൂവി കാണാതെ പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ അവർക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് എന്താ പറയുക, അവരുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ക്യാപ്റ്റൻ മാർവലിനെ ഇഷ്ടമില്ലാത്തവര് എന്തുകൊണ്ട് ഈ മൂവി കാണണം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ സ്പോയിലേഴ്സിനെ കുറിച്ച് വല്ലാതെ ചിന്തിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഈസ് ക്യാപ്റ്റൻ മാർവൽ MCUയിലെ 21ാമത്തെ സിനിമയാണ്. ഓക്കെ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് മുമ്പ് ഇറങ്ങാൻ പോകുന്ന അവസാനത്തെ സിനിമയാണ്, 21ാമത്തെ സിനിമയാണ്. മാത്രമല്ല മാർവലിന്റെ ഫേസ് 3യിലെ സെക്കൻഡ് ലാസ്റ്റ് പടമാണ്, അവസാനത്തെ പടമാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. സോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MCUയിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ലീഡിങ് റോൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോയെ നായികയാക്കി അവതരിപ്പിച്ചുകൊണ്ടുള്ള ആദ്യത്തെ സിനിമയാണ് ക്യാപ്റ്റൻ മാർവൽ. മാത്രമല്ല നമ്മുടെ ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്നത് ഇനി അങ്ങോട്ട് മാർവലിന്റെ ഫേസിൽ ക്യാപ്റ്റൻ മാർവൽ ഒരു വലിയ റോള് വഹിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സിനിമ ഒരിക്കലും ഒരു ഒറിജിൻ സ്റ്റോറി അല്ല. അതായത് ഇപ്പോൾ നമ്മൾ അയൺമാൻ ഫസ്റ്റ്, തോർ ഫസ്റ്റ്, ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അതിലൊക്കെ കണ്ട പോലെ ഇതൊരിക്കലും ഒരു ഒറിജിൻ സ്റ്റോറി അല്ല. മറിച്ച് ക്യാപ്റ്റൻ മാർവൽ ആയതിനു ശേഷം നടക്കുന്ന കഥകളാണ്. അതായത് ക്യാപ്റ്റൻ മാർവൽ ആയതിനു ശേഷം അതിന്റെ ഒറിജിനൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സിനിമയാണ് ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുന്നത്. സോ ഇതൊരു ഒറിജിൻ സ്റ്റോറി അല്ല. ഇതിന്റെ കഥ നടക്കുന്നത് 1995 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അതായത് 1990 മുതൽ 95 വരെയുള്ള കാലയളവിലാണ് അത്രേ ഇതിന്റെ കഥ നടക്കുന്നത്. ഇതിൽ മെയിൻ കാസ്റ്റ് ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതിൽ ക്യാപ്റ്റൻ മാർവലായിട്ട് അഭിനയിക്കുന്നത് ഓസ്കാർ ജേതാവായിട്ടുള്ള ബ്രൈ ലാർസൺ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. കോങ്, സ്കൾ ഐലൻഡ് മുതലായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ നമുക്ക് ബ്രൈ ലാർസനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ബ്രൈ ലാർസൺ ഒരു സൂപ്പർ ഹീറോ എന്നുള്ള നിലയിൽ വരാൻ പോകുന്നത്. അതേപോലെ തന്നെ നിക് ഫ്യൂരി ഉണ്ട്. നിക് ഫ്യൂരി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ്. ഇതുവരെയുള്ള MCUയിലെ മിക്കവാറും സിനിമകളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. സാമുവൽ എൽ ജാക്സൺ ആണ് നിക് ഫ്യൂരി ആയിട്ട് അഭിനയിക്കുന്നത്. അതേപോലെ തന്നെ കോമിക്സിൽ നിന്ന് പ്രശസ്തരായിട്ടുള്ള സുപ്രീം ഇന്റലിജൻസ്, യോൺ റോഗ്, അതുപോലെ തന്നെ ഗൂസ് എന്ന് പറയുന്ന ഒരു പൂച്ചയാണ്. ച്യൂയി എന്നാണ് കോമിക്സിൽ അതിന്റെ പേര്. അത് മൂവി എത്തിയപ്പം ഗൂസ് എന്നാക്കി പേര്. അതുപോലെ തന്നെ നമുക്ക് MCUയിലൂടെ പ്രിയങ്കരായിട്ടുള്ള ഏജന്റ് കോൾസൺ ഇതിലൊരു റോള് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ ഉണ്ടായിരുന്ന റോണൻ, അതുപോലെ തന്നെ കൊറാത്ത്, അതുപോലെ തന്നെ കോമിക്സിൽ പ്രശസ്തമായിട്ടുള്ള സ്റ്റാർ ഫോഴ്സ് തുടങ്ങിയ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ മൂവിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കെമിയോ റോൾസ്, പ്രത്യേകിച്ച് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ നിന്ന് ഒരുപാട് കെമിയോ റോൾസ് കണ്ടെന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട് കേട്ടോ. സോ MCUയിലെ 19 സിനിമകൾ, നമ്മൾ ഇതുവരെ കണ്ട 19 സിനിമകൾക്കും ഒരു പ്രീക്വൽ ആയിട്ടാണ് ക്യാപ്റ്റൻ മാർവൽ മൂവി ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ MCUയിൽ കണ്ട 19 സിനിമകൾക്ക് പ്രീക്വൽ ആയിട്ടാണ്. അതായത് ഞാൻ ഒരു സിനിമ ഒഴിച്ചത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ ആണ്. കാരണം അത് എല്ലാ സിനിമകൾക്കും മുമ്പ് നടക്കുന്ന കഥയാണ്. സോ അതിനുശേഷമുള്ള 19 സിനിമകൾക്ക് ഒരു പ്രീക്വൽ എന്നുള്ള നിലയിൽ, അതായത് അതിന് മുമ്പ് നടക്കുന്ന കഥയാണ് ക്യാപ്റ്റൻ മാർവലിൻ്റെത്. ഓക്കെ അല്ലേ? MCUയിൽ ക്യാപ്റ്റൻ മാർവൽ മൂവിക്ക് ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ആദ്യമായിട്ടാണ് മാർവൽ ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോയെ ലീഡിംഗ് റോളിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മാർവൽ സ്റ്റുഡിയോസ് പറയുന്നതനുസരിച്ച് MCUയിലെ ദ മോസ്റ്റ് പവർഫുൾ സൂപ്പർ ഹീറോ ആണത്ര ക്യാപ്റ്റൻ മാർവൽ. അവരൊറ്റ കാരണം തന്നെയാണ് എല്ലാ ഫാൻസിനും ക്യാപ്റ്റൻ മാർവൽ വെറുക്കാനുള്ള കാരണം. എന്നാൽ എങ്ങനെ ഒറ്റ സിനിമയിലൂടെ ഈ ഒരു കാര്യം കാണിക്കും, അതായത് MCUയിലെ മോസ്റ്റ് പവർഫുൾ സൂപ്പർ ഹീറോയാണ് ക്യാപ്റ്റൻ മാർവൽ എന്ന് എങ്ങനെ ഒറ്റ സിനിമയിലൂടെ കാണിക്കും? അവിടെയാണ് ഈ സിനിമയുടെ വെല്ലുവിളിയും ഈ സിനിമയുടെ ആക്ഷനും സസ്പെൻസും ഒക്കെ വരുന്നത്. ഓക്കെ, സോ അതിൽ മാർവൽ വിജയിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ കഥ ക്യാപ്റ്റൻ മാർവൽ നമുക്ക് എപ്പോഴും പ്രിയങ്കരിയായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ മാറും. ഓക്കെ അല്ലേ? അതോടൊപ്പം നിക് ഫ്യൂരിക്ക് എങ്ങനെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്നത് നമുക്ക് ഈ ഒരു മൂവിയിലൂടെയാണ് മനസ്സിലാവുന്നത്. അത് മെയിൻ പോയിന്റ് ആണ്. കാരണം ഇതുവരെയുള്ള സിനിമകളിലൊക്കെ നിക് ഫ്യൂരി ഒരു കണ്ണ് പോയിട്ടാണ് കണ്ടത്. നമ്മുടെ ഒരു കണ്ണിൽ ഐ പാച്ച് ഒക്കെയാണ് നമ്മൾ നിക് ഫ്യൂരിയെ കണ്ടത്. നിക് ഫ്യൂരിക്ക് എങ്ങനെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കൊരു മിസ്റ്ററിയാണ്. സോ അതെങ്ങനെ എന്നുള്ളത് നമ്മൾ ക്യാപ്റ്റൻ മാർവൽ മൂവിയിലൂടെയാണ് കാണാൻ പോകുന്നത്. ഓക്കെ അല്ലേ?
ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിലെ വില്ലനായിട്ടുള്ള റോണൻ, കോറാത്ത് എന്നിവരുടെ പൂർവ്വകാല ചരിത്രം, അതായത് അവരെങ്ങനെ വില്ലൻ പരിവേഷത്തിലേക്ക് മാറി, അല്ലെങ്കിൽ എന്തായിരുന്നു അവർ മുമ്പ് ജീവിതത്തിൽ ചെയ്തിരുന്നത് എന്നൊക്കെ നമുക്ക് ഈ മൂവിയിൽ കാണാൻ കഴിയും. അതായത് റോണന്റെ ഒക്കെ വേറൊരു രൂപമാണ് അത്രയും നമ്മൾ ഈ മൂവിയിൽ കാണാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിലെ ചില കഥാപാത്രങ്ങൾ മൂവിയിൽ കാമിയോസ് ആയിട്ട് വരുന്നുവെന്ന് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാർ ലോഡ്, അതുപോലെ തന്നെ ഗമോറ, അതുപോലെ തന്നെ നമ്മുടെ നോവ കോപ്സ്, ഡിനേറിയൻ ഡേ, നോവ പ്രൈം എന്ന് തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സ് കാമിയോ റോളിൽ വരുന്നുണ്ടെന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്, കൺഫേം ആയിട്ടില്ല. ഓക്കെ അല്ലേ? ഇനി മൂവിയിൽ നാം എന്താണ് കാണാൻ പോകുന്നത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റാർ ഫോഴ്സിലെ അംഗമായിട്ടുള്ള വിയേഴ്സ് എന്ന കാരൽ ഡാൻവേഴ്സ് സ്ക്രോൾസ് എന്ന ഏലിയൻ റേസിനെ പിന്തുടർന്നുകൊണ്ട് ഭൂമിയിലേക്ക് എത്തുന്നു. ഭൂമിയിൽ തനിക്കൊരു പൂർവ്വകാല ചരിത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന കാരൽ നിക് ഫ്യൂരിയും അതുപോലെ തന്നെ മറ്റ് ചില ഷീൽഡ് ഏജൻസുമായിട്ട് ടീം അപ്പ് ചെയ്യുകയും സ്ക്രൾസ്, ക്രീ എന്നീ 2 ഏലിയൻ റേസുമായിട്ടും കാരലിന് പോരാടേണ്ടി വരികയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? അങ്ങനെ MCUവിലെ ദ മോസ്റ്റ് പവർഫുൾ ഹീറോ ആയി ക്യാപ്റ്റൻ മാർവൽ ജനിക്കുന്നു. സോ അതാണ് നമ്മൾ ഈ മൂവിയിലൂടെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ഷൻസും കോമഡി, സസ്പെൻസും ഒക്കെ നമുക്ക് ഈ മൂവിയിൽ പ്രതീക്ഷിക്കാൻ കഴിയും. ഇനി ആരാണ് ഈ സിനിമയിലെ വില്ലന്മാർ? ഓക്കെ അല്ലേ? വില്ലന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നിര തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. വില്ലന്മാരുടെ ഒരു നിര. അതിൽ ചിലതൊക്കെ കൺഫേം ആയിട്ടുണ്ട്, ചിലതൊന്നും കൺഫേം ആയിട്ടില്ല. ഡേഞ്ചറസ് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ക്രോൾസ് ആണ് ഇതിലെ ഒരു ഭാഗത്തുള്ളത്, ഒരു മെയിൻ വില്ലൻസ് എന്ന് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ കരുതുന്നത്. ഓക്കെ, വില്ലന്മാർ എന്ന് കരുതുന്നത് ഡേഞ്ചറസ് ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ക്രോൾസ്, അതുപോലെ തന്നെ അവരുടെ നേതാവായിട്ടുള്ള ടാലോസ്. ഈ ഒരു സ്ക്രോൾസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കോമിക്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഭാഗമാണ്. അതായത് സീക്രട്ട് ഇൻവേഷൻ സ്റ്റോറിയിലൊക്കെ വളരെയധികം പ്രശസ്തരായിട്ടുള്ള കഥാപാത്രങ്ങളാണ് സ്ക്രോൾസ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മാർവലിന് ഒരു വലിയ ചലഞ്ച് ആയിരിക്കും ഈ സ്ക്രോൾസ് മൂലം ഉണ്ടാവാൻ പോകുന്നത്. സോ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ക്രീ ഹോം വേൾഡ് ആയിട്ടുള്ള ഹെലയിലെ സ്റ്റാർ ഫോഴ്സ്, അതുപോലെ തന്നെ അതിലെ അംഗങ്ങളായിട്ടുള്ള മിനർവ, കൊറാത്ത്, യോൺ റോഗ്, കൂടാതെ ക്രീ പീപ്പിളിന്റെ സ്പിരിച്വൽ ലീഡർ ആയിട്ടുള്ള സുപ്രീം ഇന്റലിജൻസ് എന്നിവരാണ് ഇതിൽ വില്ലന്മാരായിട്ട് വരുന്നതെന്ന് നമുക്ക് വേറെ അഭ്യൂഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ഈ സുപ്രീം ഇന്റലിജൻസ് ആയിട്ട് അഭിനയിക്കുന്നത് അനറ്റ് ബെനിങ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. സോ കോമിക്സിലുള്ള സുപ്രീം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വലിയ തല പോലെ, അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. പക്ഷെ ഇതിലെന്താണെന്ന് അറിയില്ല, അനറ്റ് ബെനിങ്ങിനെ കാണിച്ചിട്ടുള്ളത് ചില ഫാൻസ് പറയുന്നു ക്യാപ്റ്റൻ മാർവലിന്റെ അമ്മയാണ് യഥാർത്ഥത്തിൽ അനറ്റ് ബെനിങ്. അപ്പോൾ കാരൽ ഡാൻവേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം ഇന്റലിജൻസ് ഈ ഒരു രൂപം സ്വീകരിച്ചാണെന്നൊക്കെ പല ഫാൻസും പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. സോ ഫാൻസ് മൂവിയിലെ മെയിൻ വില്ലനായിട്ട് കണക്കാക്കുന്നത് യോൺ റോഗിനെയാണ്. നമ്മുടെ കോമിക്സിലും ക്യാപ്റ്റൻ മാർവലിന്റെ ഒരു വലിയ വില്ലൻ തന്നെയാണ് യോൺ റോഗ്. യോൺ റോഗ് ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ജൂഡ് ലോ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. നമ്മുടെ എന്താ പറയുക, ഫാന്റാസ്റ്റിക് ബീറ്റ്സ് ആൻഡ് ക്രൈംസ് ഓഫ് ഗ്രിൻഡർ വേൾഡ് അതുപോലത്തെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ജൂഡ് ലോയെ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ജൂഡ് ലോ ഭയങ്കര അഭിനയാന്നൊക്കെ കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം ഇന്റലിജൻസും ഈ സിനിമയിലെ ഒരു മെയിൻ വില്ലനാണെന്നാണ് ഇപ്പൊ കണക്കാക്കുന്നത്. കാരണം ക്രീ പീപ്പിളിന്റെ സ്പിരിച്വൽ ലീഡർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സുപ്രീം ഇന്റലിജൻസിന്റെ. സോ അവരും ക്യാപ്റ്റൻ മാർവലിന് ഒരു വലിയ ചലഞ്ച് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? സോ വില്ലന്മാരുടെ കാര്യം ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ റോണനും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. റോണൻ വില്ലനാണോ അതോ ജസ്റ്റ് സൈഡ് ക്യാരക്ടർ ആണോ എന്ന് അറിയൂല. ട്രെയിലറിലൊക്കെ നമ്മൾ റോണനെ കുറച്ച് ഇമ്പോർട്ടന്റ് റോളാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ ഈ വില്ലന്മാരെ വെച്ച് നോക്കുമ്പോൾ മൂവി വളരെ എന്താ പറയുക, ഒരു ആക്ഷൻ നിറഞ്ഞതാവാനാണ് ചാൻസ്. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വില്ലൻസ് ആണ് ക്യാപ്റ്റൻ മാർവലിനുമായിട്ട് നേരിടേണ്ടി വരുന്നത്. നമ്മുടെ ഒറിജിൻ സ്റ്റോറി നോക്കുകയാണെങ്കിൽ, അതായത് ഇതുവരെ MCUവിൽ കാണിച്ചിട്ടുള്ള ഒറിജിൻ സ്റ്റോറികളിൽ വെച്ച് ഏറ്റവും എന്താ പറയുക ശക്തിശാലികളായിട്ടുള്ള വില്ലന്മാർ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഈ സിനിമയിലാണ്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ഈ സിനിമയുടെ കോമിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് കോമിക്കുമായി എങ്ങനെ ഈ സിനിമ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ കാരൽ ഡാൻവേഴ്സിന് കോമിക്കിൽ നൽകിയിട്ടുള്ള സെയിം ഒറിജിൻ തന്നെയാണ് മൂവിയിൽ നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇതിൽ വില്ലന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സീക്രട്ട് ഇൻവേഷൻ സ്റ്റോറി ലൈനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിലെ കഥ മുന്നോട്ട് പോകുന്നത്, അതായത് സ്ക്രോൾസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. സോ അതാണ് ഇതിന്റെ ഒരു കോമിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല എങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇനി എനിക്ക് വ്യൂവേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് ക്യാപ്റ്റൻ മാർവൽ കാണില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കുന്ന വ്യൂവേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ. ക്യാപ്റ്റൻ മാർവലിന് ഫാൻസിന്റെ ഇടയിൽ വലിയ ഡീഗ്രഡേഷൻ ആണ് നടന്നിട്ടുള്ളത്. അത് ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുന്ന ഹീറോയുടെ വർഷമാണ്. പിന്നെ കുറച്ച് DC-ക്കാരും കുറച്ച് ട്രോൾസും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അത് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനനുസരിച്ച് മാർവല് ഹൈപ്പും കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പൊന്തി വന്ന്, അതായത് ഇതുവരെയുള്ള MCUവിൽ നിറഞ്ഞു നിന്നിരുന്ന ഹീറോസിനെയൊക്കെ തള്ളിയിട്ട് പെട്ടെന്ന് പൊന്തി വന്ന ക്യാപ്റ്റൻ മാർവൽ MCUവിന്റെ ഇപ്പോഴത്തെ ലീഡേഴ്സ് ആയിട്ടുള്ള തോർ, അയൺ മാൻ, ക്യാപ്റ്റൻ അമേരിക്ക എന്നിവരെ ചെറുതാക്കും എന്നുള്ളത് പല ഫാൻസും ഭയക്കുന്ന ഒരു കാര്യമാണ്.
സത്യത്തിൽ MCUവിന്റെ ഫേസ് 3യോടെ ഈ 3 ലീഡിങ് ക്യാരക്ടേഴ്സും ഒഴിവാവുകയാണ്. അതായത് ഈ 3 പേരുടെയും അഭിനയിക്കുന്ന കോൺട്രാക്ട് അവസാനിക്കുകയാണ്. അതോടെ ഇവർ MCUവിൽ നിന്ന് പോവും. സോ നമുക്ക് അങ്ങനെ ഒരു വിടവ് അനുഭവപ്പെടരുത് എന്നുള്ള കാരണം കൊണ്ടാണ് ക്യാപ്റ്റൻ മാർവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? സോ ക്യാപ്റ്റൻ മാർവൽ ആണ് ഇനിയുള്ള ഫേസുകളിലൊക്കെ നമ്മുടെ MCUവിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു 3 ലീഡിങ് ക്യാരക്ടേഴ്സ് ഇപ്പോൾ പോവുകയാണ്. അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ. അതായത് തോർ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിന്റെ തോർ, മറ്റൊരു ഫീമെയിൽ തോർ വരുന്നുണ്ടെന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. സോ ആ 3 പേരും പോവുകയാണ്. സോ ആ വിടവ് നികത്താൻ വേണ്ടിയിട്ടുള്ള പ്രൈമറി ക്യാരക്ടറാണ് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ. മറ്റ് ഹീറോസിനെയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മൂവി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. MCUവിലെ ഒരു യുണീക്ക് മൂവി ആവാൻ പോവുകയാണ് ക്യാപ്റ്റൻ മാർവൽ. അത് ഏത് ആംഗിളിൽ നോക്കുകയാണെങ്കിലും ഒരു യുണീക്ക് മൂവി തന്നെയാണ്. സോ ഹീറോയെ ഇഷ്ടമല്ല എന്നതുകൊണ്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത്. കാരണം MCUവിൽ ഒരുപാട് മിസ്റ്ററീസ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. മാസ് പടമായിരിക്കും, കട്ട മാസ് പടമായിരിക്കും ചിലപ്പോൾ. ഓക്കെ, നമ്മുടെ ടെസ്റ്റ് സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിറങ്ങിയവർ ഭയങ്കര അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ക്യാപ്റ്റൻ മാർവൽ എന്ന സിനിമയെ ഒരു മാർവൽ ഫാൻ എന്ന നിലയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ മാക്സിമം ആളുകൾ ഈ ഒരു മൂവി കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മാർവൽ ഫാൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ക്യാപ്റ്റൻ മാർവൽ. ഓക്കെ അല്ലേ? ഒരു യുണീക്ക് മൂവിയാണ് ക്യാപ്റ്റൻ മാർവൽ. ഒരു കോമിക്സിനെക്കാട്ടിലും കൂടുതൽ പവർഫുൾ ആയിട്ടാണ് ക്യാപ്റ്റൻ മാർവലിനെ ഈ മൂവിയിൽ കാണിക്കുന്നതെന്നാണ് എനിക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, എങ്ങനെ ഈ ഒരു 3 ലീഡിങ് ക്യാരക്ടേഴ്സിന്റെ റോള് അല്ലെങ്കിൽ ആ വിടവ് നികത്തുന്നു എന്നുള്ളത് നമ്മൾ മൂവി കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. ഓക്കെ അല്ലേ? സോ നോക്കട്ടെ, ഞാൻ സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ ഉറപ്പായിട്ടും വിടും. അതിനു മുമ്പ് തന്നെ മിക്കവാറും ഫാൻസ് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ അല്ലേ? സോ ഗൈസ്, അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. സോ ക്യാപ്റ്റൻ മാർവൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കാരണവും കൂടി പറഞ്ഞാൽ നന്നായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദിസ് ഈസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്. I got the file on you. What's it say? Big imagination, plays well with others. On March 8th. So how do you expect us to put the fate of the universe in the hands of one person? I don't think you have a choice. You're giving me orders now? Yeah. Yes. Captain Marvel, rated PG-13, everywhere March 8th.